സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനമാണ് മദ്രസ വിദ്യാഭ്യാസം. ഈ ഒരു അധ്യയന വർഷത്തിൽ അവർ പുതുതായി 1-ാം ക്ലാസ്സിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. ഏകദേശം 3 മാസം പിന്നിട്ടു. സമസ്തയുടെ സിലബസ് അനുസരിച്ചുള്ള പാദവാർഷിക പരീക്ഷ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആരംഭിക്കാനിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന കൺകുളിർമയുള്ള മക്കളിൽ അല്ലാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അധിക രക്ഷിതാക്കളും എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരായിരിക്കും. മദ്രസ ഫ്രീ ട്യൂഷൻ എന്ന എൻ്റെ ഈ ഒരു ചാനലിലൂടെ മദ്രസയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും, മോഡൽ ചോദ്യപേപ്പറുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ടൈം ടേബിളുകൾ, പരീക്ഷയിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ തുടങ്ങിയിട്ട് കുട്ടികൾക്ക് വളരെ അനിവാര്യമായ വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ അവരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ചാനലാണ്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു വെക്കുക. ഒരിക്കലും തന്നെ നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 1-ാം ക്ലാസ് തഫ്ഹീമു തിലാവ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറാണ്. ഇത് കണ്ടു കഴിയുന്നതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനും വളരെ എളുപ്പത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനും കഴിയും. അതുവഴി നല്ല മാർക്ക് കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ കഴിയും. ചോദ്യപേപ്പർ വായിക്കുന്നതിന് മുമ്പ് പ്രധാനമായും രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ ഉണർത്തുകയാണ്. 2 പരീക്ഷയാണ് പാദവാർഷിക പരീക്ഷയായി 1-ാം ക്ലാസ്സിനുള്ളത്. അതിലാദ്യം നടക്കുന്ന പരീക്ഷ തഫ്ഹീമു തിലാവ അൽ ഖിറാഅയാണ്. നിങ്ങൾക്കിവിടെ തഫ്ഹീമു തിലാവ എന്നതിന് ശേഷം അൽ ഖിറാഅ എന്ന് കാണാം. അൽ ഖിറാഅ എന്ന് പറഞ്ഞാൽ വായനയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തഫ്ഹീമു തിലാവയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. 14 പാഠങ്ങളാണ്. ഈ 14 പാഠങ്ങളിൽ നിന്ന് നടക്കുന്ന വായന പരീക്ഷയാണ് ആദ്യം നടക്കുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു പരീക്ഷ നടക്കുന്ന രൂപം, ഓരോ കുട്ടിക്കും അവരുടെ കയ്യിൽ ആദ്യം ചോദ്യപേപ്പർ നൽകും. ആ ഒരു സമയത്ത് തന്നെ കുട്ടികൾക്ക് വായിക്കാനുള്ള ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടാകും. ശേഷം ഉസ്താദ് ഓരോ കുട്ടിയെ കൊണ്ടും വായിപ്പിക്കും. ഓരോ ചോദ്യങ്ങൾക്ക് നേരെയും അതിന് നിർദ്ദേശിച്ച കൊടുക്കാനുള്ള മാർക്കുണ്ടാകും. കുട്ടി മുഴുവനായി വായിച്ചു കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ മാർക്കും ഉസ്താദ് ഇട്ട് കൊടുക്കും. കുറഞ്ഞ ഭാഗമേ വായിച്ചിട്ടുള്ളെങ്കിൽ അതിന് പരിഗണിച്ചിട്ടുള്ള മാർക്ക് നൽകും. ഇതാണ് വായന പരീക്ഷയുടെ രൂപം. വായന പരീക്ഷയ്ക്ക് ഒരിക്കലും എഴുതാനുണ്ടാവില്ല. എല്ലാം വായിക്കാനുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും. വായന പരീക്ഷ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെയാണ് എഴുത്തു പരീക്ഷയും. തഫ്ഹീമു തിലാവ അൽ ഖിറാഅ എന്നുള്ളിടത്ത് അൽ കിതാബത്ത് എന്നായിരിക്കും. എഴുത്തു പരീക്ഷ എന്നാണ്. ഓരോ കുട്ടിക്കും ഓരോ പേപ്പർ കൊടുക്കും. ഓരോ ചോദ്യങ്ങളും കൃത്യമായി ഉസ്താദ് വായിച്ചു കൊടുക്കും. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കുട്ടികളോട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുക. നേരത്തെ പറഞ്ഞ 14 പാഠങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും അതിൻ്റെ പേരുകളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കി ചില വാക്കുകളൊക്കെ അതുപോലെ തന്നെ എടുത്തെഴുതാനും പിന്നെ കൂട്ടി എഴുതാനൊക്കെയാണ് അതിലുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ രക്ഷിതാക്കൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, പദങ്ങൾ വായിച്ചു ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം എന്നാണ്. പദങ്ങൾ വായിച്ച് അതിനോട് യോജിച്ച് വരുന്ന ചിത്രങ്ങൾ നമ്മൾ തൊട്ട് കാണിക്കണം. അപ്പോൾ നിങ്ങൾക്കിവിടെ കബിദുൻ, വർദുൻ, മർമറുൻ, യദുൻ 4 വാക്കുകൾ. ഇപ്പുറത്തെ സൈഡിൽ മാർബിൾ കല്ല്, അതുപോലെ തന്നെ കൈപ്പത്തിയുണ്ട്, റോസാപ്പൂവുണ്ട്, കരളിൻ്റെ ചിത്രമുണ്ട്. 4 ചിത്രങ്ങൾ. അപ്പോൾ ഓരോന്നും വായിച്ച് അതിൻ്റെ അർത്ഥമായി വരുന്ന ചിത്രങ്ങൾ നമ്മൾ കാണിക്കണം. ഇത് കുട്ടികൾക്ക് പ്രത്യേകമായി നമ്മൾ കാണിച്ചു കൊടുക്കുക തന്നെ വേണം. എല്ലാ പരീക്ഷയ്ക്കും ആദ്യത്തേതോ രണ്ടാമത്തേതോ ആയി വരുന്ന ചോദ്യമാണ്. 100-ൽ 100% ഉറപ്പുള്ള ചോദ്യമാണ്. കുട്ടികളെ പറഞ്ഞ് നല്ലോണം ബോധ്യപ്പെടുത്തി കൊടുക്കുക. കബിദുൻ, കബിദുൻ എന്നാണ്. കബിദുൻ എന്നുള്ളതിനോട് യോജിച്ചത് നമുക്കൊക്കെ വേഗം മനസ്സിലാകും. കരളാണ് കബിദുൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കരളിൻ്റെ ചിത്രം തൊട്ട് കാണിക്കാൻ പറയണം കുട്ടികളോട്. രണ്ടാമത്തത് വർദുൻ എന്നാണ്. വർദുൻ എന്ന് പറഞ്ഞാൽ റോസാപ്പൂവാണ്. മൂന്നാമത്തത് മർമറുൻ എന്നതാണ്. ഇതൊക്കെ വായിക്കുന്നതും ശ്രദ്ധിക്കണം. മർമറുൻ, മർമറുൻ എന്ന് വായിച്ചിട്ട് നമ്മൾ മാർബിൾ കല്ല് തൊട്ട് കാണിക്കണം. പിന്നെ യദുൻ, അവസാനം 14-ാമത്തെ പാഠമാണ് യദുൻ എന്നുള്ളത്. യദുൻ എന്ന് പറഞ്ഞാൽ കൈയാണ്. അപ്പോൾ കൈയിൻ്റെ ചിത്രം തൊട്ട് കാണിക്കുക. ഈ രൂപത്തിൽ ഈ ചോദ്യം പൂർത്തിയാക്കണം. ഈ ഒരു ചോദ്യം തന്നെ നേരെ തിരിച്ചും ചോദിച്ചേക്കാം. അറബി പദങ്ങൾ നൽകാതെ ചിത്രങ്ങൾ മാത്രം കൊടുത്ത് ചിത്രത്തിൻ്റെ അറബിയിലുള്ള പേര് ആവശ്യപ്പെടാറുണ്ട്. അതും കൂടെ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികളോട് ഓരോ ചിത്രവും പറഞ്ഞ് അതിൻ്റെ അറബി പറയാൻ ആവശ്യപ്പെട്ടാൽ
കുട്ടികളത് പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഈ 2 രൂപത്തിലുള്ള ചോദ്യങ്ങളും ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നുകിൽ ഈ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ചിത്രം നോക്കി അറബി പറയാനായിരിക്കും. ഇനി രണ്ടാമത്തേലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ബോർഡിലുള്ളത് വായിക്കാം എന്നതാണ്. ബോർഡിൽ 4 പേരുകൾ നൽകിയിട്ടുണ്ട്. ആ 4 പേരുകളും വളരെ എളുപ്പമുള്ളതായിരിക്കും ചോദിക്കുക. പാദവാർഷിക പരീക്ഷയായതുകൊണ്ട് ഒരിക്കലും തന്നെ ടഫായിട്ടുള്ള വേർഡുകൾ ഉണ്ടാവില്ല. വളരെ എളുപ്പമുള്ള വാക്കുകളും അക്ഷരങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ 4 പദങ്ങളിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് കാണാം നബുത്തുൻ എന്നുള്ളതാണ്. നിങ്ങൾ കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കുക, അവരത് വായിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നബുത്തുൻ വ്യത്യസ്തമായ കളറുകളിലായി വളരെ മനോഹരമായ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇബറുൻ. ഇപ്പോൾ നബുത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുട്ടി പറയുന്നുണ്ടോ എന്നുകൂടെ നോക്കുക. നബുത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിസ്ഥാന പാഠമാണല്ലോ, ചെടി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ ഇബറുൻ എന്നുണ്ട്. ഇബറുൻ രണ്ടാമത്തെ പാഠമാണ്. അദബുന് കഴിഞ്ഞിട്ടുള്ള ഇബറുൻ രണ്ടാമത്തെ പാഠം. സൂചിയാണ് ഇബറിൻ്റെ അർത്ഥമായി വരുന്നത്. അത് കുട്ടികൾ വേഗം മനസ്സിലാക്കും, കാരണം ഈ ഉള്ളത് കൊണ്ട് വേഗത്തിൽ തന്നെ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മൂന്നാമത്തത് വന്നിട്ടുള്ളത് ഉറബുൻ. ഉറബുൻ എന്ന് പറഞ്ഞാൽ ടൈ ആണ്. അപ്പോൾ അതും കുട്ടികൾ വായിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അത് നമ്മൾ പഠിച്ച ഭാഗമാണ്. ഇനി നാലാമതായി വരുന്നത് ലബിനുൻ എന്നുള്ളതാണ്. ലബിനുൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. ഇഷ്ടികയാണ്, ഇഷ്ടിക കല്ല് എന്നൊക്കെ പറയും. ചിലപ്പോൾ പേര് മാറ്റമുണ്ടാകും. കുട്ടികളെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തത് എന്ത് പേരാണോ ആ പേര് തന്നെ ഉസ്താദിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുക. അപ്പോൾ ഇങ്ങനെ 4 പദങ്ങൾ ബോർഡിൽ നോക്കി വായിക്കാനാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. അപ്പോൾ ഏത് വേർഡാണ് വരിക എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്ന് നമ്മൾ ഒരു 2-3 പേപ്പർ കൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ വീഡിയോകളൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. മാത്രമല്ല ഇനിയും വരാനിരിക്കുന്ന നല്ല നല്ല മോഡൽ ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്തി കുട്ടികളിൽ പരിശീലിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് ഉറപ്പായും നേടാൻ കഴിയും. നല്ല മാർക്കല്ല, മുഴുവൻ മാർക്കും നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം, അക്ഷരങ്ങൾ വായിക്കാം. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് അക്ഷരങ്ങൾ വായിക്കാമെന്ന ചോദ്യം. ഇവിടെ ഇപ്പോൾ നമുക്ക് 5 അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പായും വരുന്നത് കൊണ്ട് ഇതുവരെ നമ്മൾ 14 പാഠങ്ങളിൽ നിന്നായി പഠിച്ച അക്ഷരങ്ങൾ കുട്ടികളുടെ ഓർമ്മയിലുണ്ടോ എന്ന് രക്ഷിതാക്കൾ നിർബന്ധമായും പരിശോധിക്കണം. അതല്ലെങ്കിൽ അവർക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതിന് തടസ്സമാകും. അവർക്ക് സംശയമുള്ള അക്ഷരമാണ് പരീക്ഷയ്ക്ക് ഉസ്താദ് വായിക്കാൻ പറഞ്ഞതെങ്കിൽ അത് വായിച്ചില്ല എങ്കിൽ പ്രയാസമാകും, മുഴുവൻ മാർക്ക് കിട്ടുന്നത് നഷ്ടമാകും. അതുകൊണ്ട് നിർബന്ധമായും എല്ലാ അക്ഷരങ്ങളും കുട്ടിയുടെ ഓർമ്മയിലുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കാഫ്, മീമ്, സീന്, യാ, വാവ് ഉണ്ട്. ഇനി ബാക്കിയുള്ള ബാ, താ, അതുപോലെ തന്നെ ലാമ് പഠിച്ചതാണ്, റാ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങളൊക്കെ കുട്ടികൾ വായിക്കാൻ വേണ്ടി പറയുക, അതൊന്ന് പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റു നല്ല നല്ല വീഡിയോകളുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ആവശ്യമുള്ള ആളുകൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. തുടർന്നും മദ്രസയുമായി ബന്ധപ്പെട്ട നല്ല നല്ല വിഷയങ്ങൾ നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.